ഫോൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഉയരങ്ങൾ പേടിയുള്ള ഒരാൾ കണ്ട് പേടിക്കേണ്ട, എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഹൊറർ എന്ന് പറയുമ്പോൾ പ്രേതം വന്ന് പിടിക്കുന്ന സാധനങ്ങൾ മാത്രമല്ലാതെ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന മറ്റു പല സംഭവങ്ങളും ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ഏറ്റവും പേടിക്കുന്ന പല കാര്യങ്ങളെയും ഉണർത്തുന്ന സംഭവങ്ങൾ. ഫോൾ എന്ന് പറയുന്ന സിനിമയും അത്തരത്തിലൊന്നാണ്. 2 സുഹൃത്തുക്കൾ, 2 പെൺകുട്ടികൾ വളരെ ഉയരത്തിലുള്ള ടവർ, ഒരു ഭയങ്കര ഹൈറ്റിലുള്ളൊരു ടവർ, അതിൽ കയറും. അത് അവരുടെ ഒരു അഡ്വഞ്ചറാണ്. ഒരു അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ മണ്ടയ്ക്കെത്തി അപ്പോൾ അവർക്കൊരു അച്ചീവ്മെൻറ്റ് ഫീൽ ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചിറങ്ങണം. പക്ഷേ തിരിച്ചിറങ്ങാൻ നേരമാണ് അവരറിയുന്നത് ആ ടവർ ഒരുപാട് പഴയതാണല്ലോ. അപ്പോൾ ഇറങ്ങാനുള്ള ഏണി പൊട്ടിപ്പോയി. ആ ഹൈറ്റിൽ നിന്ന് പിന്നെ അവർക്ക് താഴേക്ക് ഇറങ്ങാൻ യാതൊരു വഴിയും ഇല്ല. അങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കുകയാണ്. ആരെയും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ല. റേഞ്ചിനും ഒരുപാട് മുകളിലാണ് അവർ. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നു, ഒരുപാട് ചൂടുണ്ട്. അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ ഒരുപാട് തണുപ്പുണ്ടാവും, വിശക്കും. ഏത് ലെവലിലാണ് അവർ നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഇത്ര ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇവർ അഡ്വഞ്ചർ ചെയ്യുന്നവരാണ്, അവർക്കത് പിന്നെ സഹിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് പറ്റില്ല. ഈവൻ അതിൽ സിനിമയിൽ വിഷ്വലിൽ അവർ ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ കണ്ടതാണ്. ക്യാമറ ടെക്നിക്കും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം ഹൈറ്റ് അവർ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെന്നെ ഒരുപാട് പേടിപ്പിച്ചു. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈയും കാലും ഒക്കെ വേർത്തു പോയിട്ടുണ്ട്. പലപ്പോഴും നിർത്തിപ്പോണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത്രയും ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ടവറിൻ്റെ ആ ഒരു ഏണി പൊട്ടിപ്പോകുന്ന ആ ഒരു സീക്വൻസ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ എന്തോ പോലെ ആയിപ്പോൾ. പ്രത്യേകിച്ച് ഹൈറ്റ് പേടിയില്ലാത്തവർ പോലും അത് കണ്ടു കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ലെവലിലേക്ക് എത്തും. ഇതിൽ അഭിനയിച്ചിട്ടുള്ള 2 പേരും നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഇമോഷൻസ് കൺവേ ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണല്ലോ. അത്രയും ഹൈറ്റിൽ പെടുമ്പോൾ പേടിക്കണം. അവർക്ക് മെൻ്റലി കുറച്ച് ഡിസ്റ്റർബൻസും ട്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർ എക്സ്പ്രസ് ചെയ്യണം. ഇതെല്ലാം വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ടൊന്നുമില്ല. ഇതിൻ്റെ മേക്കിംഗ് ആണ് കിങ്. നമ്മളെ ശരിക്കും പിടിച്ചിരുത്തുന്ന, പേടിപ്പിച്ചിരുത്തുന്ന മേക്കിംഗ്. പിന്നെ നല്ല ഒരു ട്വിസ്റ്റും കാര്യങ്ങളും ഉണ്ട്. നല്ല ഒരു ക്ലൈമാക്സ് ആണ് സിനിമയ്ക്കുള്ളത്. സിനിമ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ കിടക്കും. ഞാൻ പണ്ട് കണ്ടതാണ് ഈ സിനിമ, ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അഡ്രിനാലിൻ റഷ് അല്ലെങ്കിൽ ഒരു പേടി, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സിനിമ കാണാം. അപ്പോൾ അത്തരത്തിലുള്ള അഡ്വഞ്ചർ സിനിമകൾ അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന സിനിമകൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക. സിനിമ കണ്ട ശേഷം എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. സിനിമ കണ്ടവരാണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.